ഗൈസ്, അങ്ങനെ എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ തൃശ്ശൂർ പോയതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇതിടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ ഞാനും ഐഷയും ആണ് തൃശ്ശൂർ പോകുന്നതിന് കാരണമൊന്നുമില്ല, വെറുതെ പോയിട്ട് വരാൻ തിരിച്ച്. അപ്പോൾ ഐഷ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. നമ്മൾ 2 years ആയി ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ അവൾ ഹോം പ്ലേസ് വരുന്നത് ദേർലക്കെട്ടെ, ഞാൻ കാസർഗോഡ്. ഈ അള്ളി നാട്ടില് ബസ്സും ഇല്ല, റിക്ഷയും ഇല്ല, കാത്തിരി പിടിഞ്ഞ മനുഷ്യന്മാർക്ക്. ഐഷാന്റെ നാട് നമ്മളാടെങ്കിൽ ടൗൺ ഏരിയ. അപ്പൊ ആ പരീക്ഷയും പോകുന്നത് വണ്ടി എന്ത് പണം ഇപ്പൊ വീട് നോക്കിതാ ഏതെങ്കിലും ഒന്നാൻ പറ്റുണ്ടാവും വണ്ടി. എന്താക്കണ്ടേ നമ്മ എങ്ങനെ എത്തുന്നതിന്? അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഒരു ഓട്ടോ വരുന്നുണ്ട്. അള്ളാഹു അല്ല അതിൽ ആളുണ്ടായില്ലേന്ന്. നിർത്തില്ല അപ്പൊ ഞാൻ കേറിട്ട് വീടാവുക. അങ്ങനെ നമുക്ക് കിട്ടിയ ഓട്ടോയിൽ കയറി. ട്രെയിന് കിട്ടിയെങ്കിൽ ഭാഗ്യവിനി. നമുക്ക് കുറേ ലേറ്റ് ആയി പോയിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ ഓട്ടോവും ബസ്സും വെയിറ്റ് ആക്കിയിട്ട് കുറേ ലേറ്റായി. പിന്നെ നമ്മൾ നേരെ ടൗണിലേക്ക് എത്തി. ടൗണിൽ നിന്ന് നേരെ ബസ് കയറി. ഈ ബസ്സിൽ കയറിയിട്ട് പോകുമ്പോൾ ചെറിയൊരു ഭയം ഉണ്ടായിന്. എന്തിന്? പേടിയില്ലാണ്ട് നിൽക്കോ, പൊല്ല് ചെല്ലാണ്ട് പോകുന്നത്. പൊല്ല് ചെലുത്തി പോയെങ്കിൽ പ്രശ്നമില്ല, നീ ചെല്ലാണ്ട് പോകുന്നത്. എന്തെങ്കിലും ട്രെയിനിൽ കയറിയിട്ട് അവർക്ക് സർപ്രൈസ് ആക്കാൻ വിചാരിച്ച, ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് പോയെങ്കിൽ എന്തെങ്കിലും വിടല, അങ്ങനെ പറയാണ്ട് പോകാൻ വിചാരിച്ചു. തൃശ്ശൂർ പോകാൻ കാരണം ഒക്കെ അറിയുന്ന കുറേ പ്ലേസ് ഉണ്ട്. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടതിന്. അപ്പോൾ അറിയുന്ന നാടല്ലേ, അങ്ങനെ പോകാൻ വിചാരിച്ചത്. പിന്നെ ആടുന്ന എവിടെയെങ്കിലും പോവാലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഒറ്റ മൈൻഡ് ചെയ്തിട്ട് വിട്ട്. ബസ് കീണ്ട സ്റ്റോപ്പ് വേറെ, കീഞ്ഞത് വേറെ സ്റ്റോപ്പില്. അക്കെന്തെങ്കിലും ഉള്ള സ്ഥലം അറിയില്ല. ഈ പൊട്ട് നോക്കിയിരുന്നോടെ, ഇത് ഓളും നോക്കിയിട്ട് ഞാനും നോക്കിട്ട് എനിക്ക് അറിയില്ല സ്ഥലം. ഇപ്പൊ നമ്മ ആദ്യം ബസ് ഇറങ്ങിയിട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് നടക്കുന്നുണ്ട്. അപ്പൊ എന്നെ കഷ്ടപ്പെടുത്തുന്നല്ലോള്. അപ്പൊ നടക്കാനുള്ള ഗതിയുണ്ട്. അങ്ങനെ കുറെ നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എൻ്റെ ടിക്കറ്റ് നോക്കുമ്പോ എന്ത് ട്രെയിനില്ല. ട്രെയിന് മിസ്സായി. അപ്പൊ ഉണ്ടാക്കണ്ടേ? അപ്പൊ ഒരു 5:40 ട്രെയിൻ ഉള്ളത്. അതിൽ കേറിയിട്ട് തൃശ്ശൂരിലേക്ക് തന്നെ പോവാ. ഇനി 5 മണിക്ക് എന്തോ ട്രെയിനിൽ 5:45 എന്തോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ നിൽക്കണ്ടല്ലോ. അങ്ങനെ അടുത്തുള്ള പൈച്ചിട്ട് നിൽക്കുന്നതിന്. അങ്ങനെ ഞാനും ഐഷയും തിന്നാൻ ചെല്ലിട്ട് പോയി. മന്തി. അപ്പൊ ട്രെയിന് മിസ്സായോണ്ട് ആ ഒരു ബസ് മെറ്റില് നമുക്ക് മന്തി തിന്നാം. ഇത് നേരെ മന്തി തിന്നിട്ട് ഒരു 5:50 ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൽ കയറാൻ വിചാരിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ നേരെ പരിക്കുക. കിട്ടണം. അങ്ങനെ ഞാനും ഐശ്വര്യമാൽ മന്ദിരിക്ക് പോയത്. അപ്പൊ എനിക്ക് മാംഗ്ലൂരിൽ എന്ത് സ്പോട്ടൊന്നും അറിയില്ല. അങ്ങനെ ഓൾ ചെലിട്ട് പോയത് പാങ്ങുണ്ടാവും. നോക്കുമ്പോ അവിടെ എന്ത് സീറ്റ് ഇല്ല, നല്ല പാങ്ങുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ആൾക്കാർ. നമ്മളെ ടൈമിങ് ശരിയില്ല ഗൈസ്. എന്താ വെച്ചാല് ട്രെയിനിന്റെ അടുത്ത് പോയി, ട്രെയിന് മിസ്സായി. മന്തിന്റെ അവിടെ പോയി, അവിടെ ഫുള്ള് മന്തിരിക്കാൻ സ്ഥലവും ഇല്ല. ഇപ്പൊ വേറെ പെരുതിക്കൊണ്ട് പോകുന്നേ. ആടുന്ന് തിന്നാനെങ്കിൽ കിട്ടിയില്ലെങ്കിൽ മതി. പൈച്ചിട്ട് കഴിഞ്ഞില്ല. അല്ല ഇഷ പൈക്കുന്നില്ലേ? മന്തി സ്റ്റോറിൽ വീഡിയോ നമ്മളെ പുറത്തിട്ട ഗൈസ്. അപ്പൊ നമ്മ അല്ല നല്ല വെയിലുണ്ട്. അങ്ങനെ മന്തി സ്റ്റോറീസിലേക്ക് എത്തി. മന്തി സ്റ്റോറീസിലേക്ക് എത്തി. അപ്പൊ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഐസ ആടത്തിനാട് ജാസ്തി ആളുണ്ട്. മാത്രം ഇരിക്കാൻ സ്ഥലമുണ്ട്. കിട്ടിയ സ്ഥലം അതന്നെ. ഒരു മന്തി ഒന്നല്ലോ ഒന്നിനാ. ഓക്കെ, ഈ വീട് നോക്കി ഞാൻ കുറെ തൂന്നല്ലോ. സ്ലോ ട്രെയിൻ കിട്ടാറില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ എന്ത് ചെല്ലിങ് എൻ്റെ പെരുക്കാർക്ക് ഈർത്തോളം അറിയില്ല. ഞാൻ പോകുന്നത് മാത്ര വീഡിയോകളാക്കിയിട്ട് ഞാൻ പറയും എന്താ അവസ്ഥ. ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് വീഡിയോ അല്ല ട്രെയിൻ വരുന്നില്ല. ഇല്ല ട്രെയിൻ വരില്ല. ഞമ്മക്ക് അയ്യോ ഇച്ചി അല്ല എന്നിട്ടിപ്പോ അപ്പുറത്തേക്ക് പോവാം നമുക്ക്. ഓക്കെ അങ്ങനെ പോവുകയാണ്. പോട്ടിരിക്കുന്നില്ല. ഇനി വന്നിട്ടാണ് ട്രെയിൻ.
അങ്ങനെ നമ്മ പോകുന്നുണ്ട്. പെരുക്കാർക്ക് ഈർത്തൽ അറിഞ്ഞിട്ട ഇതൊരു 1.5 സർപ്രൈസ് ആവും തോന്നും. അങ്ങനെ ഞാൻ ഐശയും ടിക്കറ്റ് എല്ലാം എടുത്ത് അങ്ങനെ പോയി. അങ്ങനെ അവളെ കയ്യിൽ കുപ്പി ഉണ്ടായിനി. കുപ്പീൻ്റെ കഥ എന്തെല്ലാം വേണ്ടി, ഉള്ളതും ഇല്ലാത്തതെല്ലാം ഉണ്ട്. പത്തെന്താ മുണ്ടാൻ വേണ്ടി. അതിൽ പുറത്തെന്തുള്ളത് കോൾഡ് വാട്ടർ. യു നോ കോൾഡ് വാട്ടർ. എടുത്താ എടുക്ക് ഞാൻ ആയിക്കൊണ്ടുണ്ട്. നേരെ നിക്ക് യൂട്യൂബിൽ കാണും. നാളെ വരൂ, നാളെ അടുത്ത് വിടൂ, നാളെ അടുത്ത് വിടൂന്ന്. എല്ലാം പൊരുത്തപ്പെട്ടിട്ട് നല്ല രീതിക്ക് പോയിട്ട് ബാധിച്ചിട്ട് പോവാം. ഇതെല്ലാം യൂട്യൂബിൽ എഴുതുന്നുണ്ട്. ഒറ്റ മൈൻഡ് തൃശ്ശൂര്, ഒറ്റ മൈൻഡില് തൃശ്ശൂര്. അങ്ങനെ പോരിലെന്ത് പ്രശ്നമില്ലാണ്ട് സമാധാനത്തിൽ പോകാൻ കഴിഞ്ഞ്. ട്രെയിൻ ഉറങ്ങിയോണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് നേരെ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ കാവ്യടുക്ക് പോകാൻ കഴിഞ്ഞ്. എന്തോ DJ ഓട്ടോ കയറിയ പോലെ അതിന്